നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മളിന്ന് ജ്യോതിഷത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ രീതിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ജ്യോതിഷം പഠിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ജ്യോതിഷ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇതൊരു പ്രയോജനമാകുന്ന വീഡിയോ ആയിരിക്കും. നമുക്കറിയാം, മഹാദേവൻ്റെ നക്ഷത്രം എന്താണ്? തിരുവാതിര നക്ഷത്രമാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നിട്ടുള്ള വ്യക്തികളുടെ ജീവിത അനുഭവങ്ങൾ എങ്ങനെയായിരിക്കും, നമ്മൾ എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പം തിരുവാതിര നക്ഷത്രത്തിലേക്ക് ഒരു ആത്മാവ് പിറക്കുമ്പോൾ തിരുവാതിര നക്ഷത്രത്തിന് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ കർമ്മശാപം ഉള്ള നക്ഷത്രമാണ്. അപ്പോൾ ജാതകത്തിൽ നമ്മൾ ശുക്രനെ എന്ത് ഭാവം കൊണ്ടാണ് ചിന്തിക്കുക, ഏത് മേഖലയിലാണ് നമ്മൾ ചിന്തിക്കുക? ശുക്രനാണ് ഭോഗകാരകൻ, പ്രണയകാരകൻ, സെക്ഷൽ കാരകൻ, കുടുംബ ജീവിതത്തെ ഐക്യതയെ ഊട്ടിയുറപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. വിവാഹ ജീവിത കർമ്മകാര്യങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പങ്ങളെയും അനുകൂലവും പ്രതികൂലവുമാകുന്ന വിഷയങ്ങളെ ചിന്തിക്കേണ്ട ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ വിവാഹകാരകനാണ് ശുക്രൻ. അപ്പോൾ ഈ വിവാഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷയം നമുക്ക് സംസാരിക്കാം. ഒരു ചെറിയൊരു കഥ. നമുക്കറിയാം, മഹാദേവന് തപസ്സിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഒരു അസുരന് ദേവന്മാരെ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങി ദേവന്മാരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് ചിന്തിച്ച് മഹാദേവനിൽ നിന്നൊരു പുത്രൻ ഉണ്ടാകണം. ആ പുത്രനാണ് ഈ അസുരനെ വധിക്കുവാനായിട്ട് ഇടയാവുള്ളൂ. അങ്ങനെയാണ് സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള ജനനവുമായി ബന്ധപ്പെട്ടുള്ള കർമ്മം. അപ്പം അതിനെന്ത് ചെയ്തു? ഭഗവാൻ വിരക്തിയായി നിൽക്കുക. അപ്പോൾ ദേവന്മാരും മറ്റ് എല്ലാ ഭൂതഗണങ്ങളും കൂടി, ഭഗവാന്റെ ഭൂതഗണങ്ങളല്ല, മറ്റ് അഷ്ടദിക്പാലകന്മാരും ബ്രഹ്മ, വിഷ്ണു, മറ്റ് ഇന്ദ്രാദി ദേവതമാരും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് കാമദേവനെ പ്രയോഗിക്കുകയുണ്ടായി. അപ്പോൾ കാമദേവൻ്റെ നിർദ്ദേശം വന്ന് കാമദേവൻ മഹാദേവനിലേക്ക് മലരമ്പ് പ്രയോഗിച്ചു. അപ്പം കാമം എന്ന് പറയുന്ന ഗ്രഹം ആരാണ്? ശുക്രനാണ്. അപ്പോൾ ശുക്രനും മഹാദേവനും തമ്മിലുള്ളൊരു ശാപകർമ്മ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. തക്ഷണം തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? തൃക്കണ്ണ് തുറന്ന് മഹാദേവൻ്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി കളഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ചിന്തിക്കാം? അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിലേക്ക് ഒരു ആത്മാവ് ഇവിടെ പിറക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിവാഹ ജീവിതങ്ങൾ ഫെയിലായി പോകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. കാമമെന്ന് പറയുന്നത് അവർക്കത് ആസ്വദിക്കാനോ അനുഭവിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ അവർക്ക് കുറയും. അപ്പം മഹാദേവൻ്റെ വിരക്തി എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതവർക്ക് ഉള്ളിൽ പിടിച്ചു നിർത്താനുള്ള ചില ജീവിത അനുഭവങ്ങൾ അവർക്കുണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ വരും. മഹാദേവൻ കാമദേവനെ വധിച്ചത് കൊണ്ട് എന്ത് പറ്റും? ഇവർക്കണയുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വാഴാത്ത അനുഭവങ്ങൾ, പിരിഞ്ഞു പോവുകയോ അകന്നു നിൽക്കുകയോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ഒക്കെ വരാവുന്ന അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരാൻ സാധ്യതകളുണ്ട്. ഇതിൻ്റെ രണ്ടാമതുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാമദേവൻ പുനർജനിച്ച ആളാണ്. അതുകൊണ്ട് ഇവർക്ക് എന്ത് പറയാം? സെക്കൻഡ് മാരീഡിനുള്ള സാധ്യതകൾ ഇവർക്ക് നമുക്ക് ചിന്തിക്കാം. അപ്പം തിരുവാതിര നക്ഷത്രത്തിൽ പിറക്കുന്ന ആൾക്കാർക്ക് രണ്ടാമതണയുന്ന കാര്യങ്ങളായിരിക്കും ശോഭനം. അപ്പം ഫസ്റ്റ് മാരീഡ് ആണ് എങ്കിൽ ഇവർക്ക് എന്ത് പറ്റാം? അത് തുടർന്ന് പോവുകയാണ് എങ്കിൽ അതിനകത്തൊരു സുഖക്കുറവ്, വീഴ്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അപ്പം അതിൻ്റെ ഒരു റെമഡി എന്താണ്? താലി അഴിച്ച് ഇവർ വീണ്ടും കെട്ടിയാൽ ഈ ഒരു കർമ്മത്തിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാം.
അല്ലെങ്കിൽ സെക്കൻഡ് മാരീഡ് ആണെങ്കിലും അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. തിരുവാതിര നക്ഷത്രത്തിൽ പിറക്കുന്ന ആൾക്കാർക്ക് ത്രോട്ട് സംബന്ധമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. തൈറോയ്ഡ് പ്രശ്നങ്ങൾ, തൊണ്ടയ്ക്ക് അലർജി, പല്ല് പ്രശ്നങ്ങൾ, വായു പ്രശ്നങ്ങൾ. എന്താ കാരണം? മഹാദേവൻ കാളകൂട വിഷത്തെ സേവിച്ചതാണ്. അപ്പോൾ കാളകൂട വിഷം എവിടെ ആയിരിക്കും? ഇവർ ത്രോട്ടിലായിരിക്കുന്നത്. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ പിറക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും? കഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകതയോ, ചിലപ്പോൾ നീണ്ട കഴുത്തായിരിക്കും, കനം കുറഞ്ഞ കഴുത്തായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പമ്മിയിരിക്കുന്ന കഴുത്തായിരിക്കും. അപ്പോൾ കഴുത്തിന് എന്തെങ്കിലും ഇവർക്കൊരു പ്രത്യേകത ഉണ്ടാകും. ത്രോട്ട് സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ഇവർക്ക് സാധ്യത കൂടുതലാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു കാര്യം അനുകൂലമായി വരണമെന്നുണ്ടെങ്കിൽ അവർ മഹാദേവനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അതായത് കാമദേവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ കാമദേവൻ്റെ പത്നിയായ രതിദേവി തൊഴുകൈയോടുകൂടി കണ്ണുനീര് പൊഴിച്ച്, കാരണം അത്രയധികം മരണ ദുഃഖ വേദനയോടുകൂടി കണ്ണുനീര് പൊഴിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് കാമദേവന് വീണ്ടും പുനർജനിക്കാൻ ഇടയായത്. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ അനുകൂലമാകണമെങ്കിൽ മഹാദേവൻ്റെ മുന്നിൽ പോയി മനസ്സുരുകി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ, അതായത് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ നിന്നും കണ്ണുനീര് വന്ന് മഹാദേവനെ പ്രാർത്ഥിച്ചാൽ ഇവർക്ക് ആ കാര്യം സക്സസ് ആയി വരാൻ സാഹചര്യം വരും. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ സിംബൽ എന്ന് പറയുന്നത് കണ്ണും കണ്ണുനീരുമാണ്. അപ്പോൾ ഇവർ ആ കണ്ണുനീരിൻ്റെ സിംബൽസൊക്കെ യൂസ് ചെയ്യുന്നതും ഇവർക്ക് ഒരു പോസിറ്റീവ് ഉണ്ടാവാനായിട്ട്, കാരണം ഇവർക്കൊരു അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു സിംബൽ അവർക്ക് അനുകൂലമായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ജ്യോതിഷ വിദ്യാർത്ഥികളായിരിക്കുന്ന ആൾക്കാർക്കും ജ്യോതിഷ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇങ്ങനെയുള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസും പ്രയോജനപ്പെടാനായിട്ട് സഹായകരമാണ്. മറ്റ് ഒരു അറിവുമായി നമുക്ക് വീണ്ടും വരാം. നമസ്കാരം.